ഹായ് ഗായ്സ്, ഇന്ന് ഷിഫാസ് സ്കൂൾ വിട്ട് വന്നപ്പം അവന് വയൽ കാണാൻ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. നമ്മുടെ വീട്ടിൻ്റെ താഴ്വശത്തോട്ട് വയലുണ്ട്. അപ്പം അവൻ 2-3 ദിവസം മുന്നേ ഒരു വൈകുന്നേരം 6 മണിയായപ്പോൾ അവന് വയലിലോട്ട് പോകാമെന്നും പറഞ്ഞ് ബഹളം കാണിച്ച്. ഞാൻ പറഞ്ഞ് വേറൊരു ദിവസം കൊണ്ടുപോവാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഓർമ്മയിൽ 3 പേരും കൂടെ ഒരാൾ വയലിൽ പോകണമെന്ന് പറയുമ്പോൾ മറ്റേ 2 പേരും കൂടെ അവൻ്റെ ഒപ്പം നിൽക്കണം. പോവാമെന്നും പറഞ്ഞ് ഭയങ്കര ഉത്സാഹത്തിൽ തുള്ളിച്ചാടിക്കൊണ്ടൊക്കെ സൈക്കിളിൽ പോവേണം. സൈക്കിളിൽ 3 പേര് ഇരിക്കാൻ 3 പേരും കൂടെയാണ് ആദ്യം ഇരുന്നത്. പിന്നെ 3 പേർക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് റംസാൻ ഇറങ്ങി മറ്റ് 2 പേരെയും കൂടെ തള്ളിക്കൊണ്ട് സൈക്കിളും കൊണ്ട് വയലിലോട്ട് പോവുകയാണ്. 3 പേർക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് വയൽ കാണാൻ പോകുന്നത്. കാര്യം അവർ 3 പേരും ഇതുവരെ അങ്ങനെ വയലൊന്നും കണ്ടിട്ടില്ല, കാണാനും പോയിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ വയലുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് പശുവിനെയും പോത്തിനെയൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ആദുവിന് ഭയങ്കര സന്തോഷം. അപ്പോൾ അത് കണ്ടപ്പോൾ കിടന്ന് ആദു വിളിക്കുന്നുണ്ട്, ഉമ്പ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവന് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. റംസ് വയലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര തുള്ളിച്ചാട്ടവും ചിരിയൊക്കെ ആയിരുന്നു. ഈ വയലിലോട്ട് പോകുന്ന ആ റോഡ് ഭയങ്കര ഇറക്കം കണക്കാണ്. അപ്പം സൈക്കിളിലിരുന്ന് ഷിബാസ് പേടിച്ചിട്ട് താഴോട്ട് ഇറങ്ങിയിട്ട് 2 പേരും കൂടെ ഇങ്ങനെ പയ്യെ ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ആ ഇറങ്ങി വരുമ്പോൾ ഉള്ള ആ ഒരു ബഹളം, 3 പേർക്ക് ഭയങ്കര ഒരു ബഹളമായിരുന്നു. ഈ തേരി ഇറങ്ങി വരുമ്പോൾ സ്പീഡ് കാരണം ഭയങ്കര ചിരിയും ബഹളമായിരുന്നു. 3 പേരും എന്തോ ഒരു സ്വർഗം കണ്ടാണകത്തൊരു സന്തോഷം ബഹളമായിരുന്നു 3 പേരും വയൽ കണ്ടപ്പം. റംസാനും ഷിഫാസും ആദും കൂടെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ 3 പേരെ തിരിച്ച് കൊണ്ടുപോകാനായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നൊരു ചിന്തിച്ച് പോയി. അത്രയ്ക്ക് പാടായിരുന്നു. 3 പേരും ഒരു വിധത്തിൽ വരത്തില്ലായിരുന്നു. ആദുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ വയലൊക്കെ കാണുന്നത്. അവനും ആദ്യമായിട്ടാണ് വയലൊക്കെ കാണുന്നത്. നമ്മൾ ഇറങ്ങി വരുന്ന ആ റോഡിനോട് ചേർന്ന് തന്നെ ചെറിയൊരു തോടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. 3 പേരുള്ളതുകൊണ്ട് 2 പേരൊക്കെയാണ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിരുന്നാൽ മതി. ഒരാൾ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും വെള്ളത്തിലാറ്റം വീണ് പോകുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഞാൻ മാനേജ് ചെയ്ത് 3 പേരെയും കൂടെ. പക്ഷെ തിരിച്ചു പോവാറായപ്പോഴാണ് ഭയങ്കര പ്രശ്നമായത്. 3 പേരും വരൂലായിരുന്നു. അവിടെ നിന്ന് അവർ കുറച്ചു നേരം കൂടെ നിൽക്കട്ടെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഇങ്ങോട്ട് ഈ തോടിലോട്ടൊക്കെ കൊണ്ടുവന്ന പോത്തിനെയൊക്കെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു മാമൻ നിന്ന് പോത്തിനെയൊക്കെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആ വെള്ളം കണ്ടപ്പോൾ തന്നെ ആദുവും റംസാൻ്റെ ചോദിച്ചിട്ട് കാല് കാലിട്ടോട്ടെ. ഞാൻ പേടിച്ചിട്ട് വിട്ടില്ല. ആദ്യമാണെങ്കിൽ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. കയ്യാറ്റം വിട്ട് താഴോട്ട് പോയാലാന്ന് എനിക്ക് പേടിയായിരുന്നു. അവനെ ഞാൻ വിട്ടില്ല. അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു വെച്ചുകൊണ്ട് തന്നെ ഞാൻ നിന്നത്. 2 പേരും അവിടെ നിന്ന് കല്ലൊക്കെ പറക്കി എറിയുന്നത് അത് കണ്ടപ്പോൾ ആദുവും കൂട്ടത്തിൽ അവിടെ നിന്ന് എവിടുന്നോ ചെറിയ കല്ലൊക്കെ പറക്കി ആ വെള്ളത്തിലോട്ടൊക്കെ എറിയുന്നുണ്ട്. ഏവന്മാർ 3 പേരും വയലും വെള്ളമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ചാട്ടവും ബഹളവും കാരണം അവിടെ പോത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന മാമൻ്റെ പറഞ്ഞു പിള്ളേരെയും വിളിച്ചുകൊണ്ട് പിള്ളേർ ചിലപ്പോൾ കാലാറ്റം തെന്നി വെള്ളത്തിലാറ്റം വീഴുമെന്നൊക്കെ പറഞ്ഞ്. ഏവന്മാർ ഒരു വിധത്തിൽ ഞാൻ വിളിച്ചിട്ട് വരുന്നുമില്ല. ഇവിടെ പിന്നെ അവസാനം ഷിഫാസ് ഭയങ്കര ബഹളമായിരുന്നു, കരച്ചിലും ബഹളമൊക്കെ. ഞാൻ വരൂല, കുറച്ച് നേരം കൂടെ നിന്നിട്ട് വരാം ഉമ്മി എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ഷിഫാസ്. റംസാൻ എൻ്റെ ഒരൊറ്റ വിരട്ടലിൽ തന്നെ കയറും. ആദുവിനെ എങ്ങനെയെങ്കിലും തൂക്കിയെടുത്തുകൊണ്ട് പോകാം. പക്ഷെ ഷിഫാസിനെയാണ് ഒട്ടും കൊണ്ടുപോകാൻ പറ്റാത്ത. വരണില്ല എന്നും പറഞ്ഞ് അവിടെ കയറി കുത്തിയിരുന്നിട്ട് ഏതോ കൈ കിട്ടിയ ഒരു കല്ലെടുത്തിട്ട് ഉമ്മീനെ ഞാൻ കല്ലെറിയും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ നിൽക്കുകയാണ്. റംസ് ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ടപ്പോൾ തന്നെ സൈക്കിൾ എടുത്തുകൊണ്ട് പോവാമെന്നും പറഞ്ഞ് അവർ 2 പേരെയും വിളിച്ചു. പക്ഷെ അവർ 2 പേരാണ് ഇച്ചിരി കുഴപ്പക്കാരെ. അവർ 2 പേരെയും വിളിച്ചിട്ട് അവർ 2 പേരും കയറുന്നില്ല. ഷിഫാസ് എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ആദും. അവൻ വരില്ല എന്ന് പറഞ്ഞാൽ അവനും അതുപോലെ തന്നെ വരില്ല. ആദുവിനെയായിരുന്നു എനിക്ക് ഭയങ്കര പേടി. ആദു ഇങ്ങനെ വയലൊക്കെ കണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി ഓടുമ്പോഴേ കാല് തെന്നിയിട്ട് വീഴും. ഒന്നാതെ ഒറ്റ ഷൂ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. ഒരു ഷൂ പറഞ്ഞ വഴിക്ക് എവിടെയോ പോയി. അപ്പോൾ അതിൽ കൂടെ ഒരു മാമി വന്നപ്പോഴത്തേനും അവർ വിളിച്ച് മോനെ വരണമെന്ന് പറഞ്ഞപ്പോഴത്തേനും വരുന്നെന്നും പറഞ്ഞ് അവരുടെ കൂടെ കയ്യും പിടിച്ചാൽ പോകും. പക്ഷെ പുറത്തോട്ട് എവിടെയെങ്കിലും ഇറങ്ങിയ ഷിബാസിന് മറ്റാരും ആദുവിനെ പിടിക്കുന്ന ഇഷ്ടമില്ല. അങ്ങനെ അവൻ പോയി അവൻ്റെ കയ്യിൽ പിടിക്കണം, നീ വാ എന്ന് പറയും. പക്ഷെ അവൻ വരില്ല. ആ മാമിയുടെ കൂടെ പോകുന്ന അവൻ നിൽക്കുകയാണ്. ഷിബാസ് റംസും വന്ന് വിളിക്കുന്നുണ്ട് അവനെ വരാൻ പറഞ്ഞിട്ട്.
അതും ആ മാമിക്ക് ടാറ്റ ബൈ ബൈ ഉമ്മയൊക്കെ കൊടുത്തിട്ടേ വരുമെന്നും പറഞ്ഞു മാമി മാമി എന്നൊക്കെ വിളിച്ച് പുറകെ പോയി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് ആദ്യം വരുന്നത്. ചിബാസ് ആണെങ്കിൽ ഇവിടെ നിന്ന് വരാനേ അവൻ ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. ബാബാന്ന് വിളിച്ചതിനൊക്കെ അവൻ ഒരു വിധത്തിൽ വരില്ല. നല്ല കാറ്റൊക്കെ ഉണ്ടായത് അപ്പം എന്തോ പാട്ടൊക്കെ പാടിയൊക്കെയാണ് അവൻ നിൽക്കുന്നത്. അവൻ ഒരു വിധത്തിൽ വരുന്നില്ല വിളിച്ചിട്ട്. മതി 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 വേണ്ട അഴുക്ക വെള്ളം. ഓ ഇനി ഇവന്മാരെ 3 പേരെയും കൊണ്ട് ഞാൻ ഈ ഭാഗത്തോട്ടേ വരൂല. എങ്ങനെയെങ്കിലും ഭീഷണിപ്പെടുത്തി വഴക്കും പറഞ്ഞൊക്കെ 3 പേരെയും തിരിച്ച് വീട്ടിലോട്ട് ഞാൻ കൊണ്ടുപോവേണ്. സൈക്കിളാണെങ്കിൽ ചേരി കയറാൻ പാടായതുകൊണ്ട് ഷിബാസ് തള്ളി കൊടുക്കുന്നുണ്ട്. അപ്പം അത് കണ്ട് ഇപ്പം ആദ്യം ഓടി വന്ന് സൈക്കിളൊക്കെ തള്ളി 2 പേരും കൂടെ സൈക്കിളും തള്ളി കയറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷേ 2 പേരെ കൊണ്ട് പറ്റുന്നില്ല സൈക്കിൾ തള്ളി കയറ്റാൻ. ഷിബാസ് തളർന്ന് ഷിബാസ് ഇപ്പോൾ ഒരിടത്ത് പോയി ഇരിക്കും. അപ്പം അവ ഇരിക്കുന്ന കാണുമ്പം ആദുവിന് സമാധാനം കാണൂല. അവ എവിടെ പോയിരിക്കോ അവിടെ അതുപോലെ അവനും പോയിരിക്കും. ഷിബാസ് എന്ത് ചെയ്യോ അതുപോലെ ആദുവിന് ചെയ്യണം. അപ്പം ശരി ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇവരെ 3 പേരെയും കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ടാറ്റ.